വയനാട്ടിൽ രക്ഷാദൗത്യം മൂന്നാം ദിനത്തിലും പുരോഗമിക്കുകയാണ്. ചൂരൽമലയിൽ ബെയിലിപ്പാലം നിർമ്മാണം ഉച്ചയോടെ പൂർത്തിയാക്കും. അതേസമയം ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 282 ആയി. 1000-ലധികം പേരെയാണ് രക്ഷാദൗത്യ സംഘം ഇതുവരെ രക്ഷപ്പെടുത്തിയത്. അതിനിടെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ കളക്ടറേറ്റിൽ വിവിധ ഉദ്യോഗസ്ഥരുടെ ഉന്നതതല യോഗം ആരംഭിക്കുകയും ചെയ്തു. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി അനൂപ് ചേരുകയാണ്. അനൂപ്, ഇപ്പോൾ നിർണായകമാകുന്നത് ബെയിലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതാണ്. ഇപ്പോൾ ദ്രുതഗതിയിൽ ബെയിലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നു. ബെയിലി പാലം യാഥാർത്ഥ്യമാകുന്നതോടെ തെരച്ചിൽ പ്രവർത്തനങ്ങൾ, ആളുകളെ ഒഴിപ്പിക്കുന്നത് കൂടുതൽ ഉച്ചസ്ഥായിയിൽ ഊർജിതമായി തുടരുകയും ചെയ്യും. ഇപ്പോൾ രാവിലെ തന്നെ റവന്യൂ മന്ത്രി പറഞ്ഞിരുന്നു വളരെ വേഗതയിൽ തന്നെ ബെയിലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കുമെന്ന്. ഇപ്പോൾ എവിടെ വരെയായി? ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ബെയിലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയുമോ? എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ അവിടെ നിന്ന് കൂട്ടിച്ചേർക്കാൻ കഴിയുന്നത്? സൈന്യം നൽകുന്ന വിവരങ്ങൾ പ്രകാരം ബെയിലി പാലത്തിന് നിർമ്മാണം ഇന്ന് ഉച്ചയോടുകൂടി തന്നെ പൂർത്തീകരിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഏതായാലും അതിനായുള്ളൊരു ഊർജിത ശ്രമമാണ് നടക്കുന്നത്. എങ്കിൽ ഈ രക്ഷാപ്രവർത്തനം അതിവേഗം സുഗമമായി നമുക്ക് മുണ്ടക്കയിൽ ഉൾപ്പെടെ പൂർത്തീകരിക്കാൻ സാധിക്കും. കൂടുതൽ ഭാരമുള്ള യന്ത്രങ്ങൾ ഈ മേഖലയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അതിനാവശ്യമായ നടപടികളാണ് പ്രധാനമായും സൈന്യം ഇവിടെ സ്വീകരിക്കുന്നത്. ഇതിനാവശ്യമായിട്ടുള്ള സാമഗ്രികൾ ഘട്ടം ഘട്ടമായി ഈ ചൂരൽമലയിലേക്ക് എത്തിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അത് ഉച്ചയോടുകൂടി തന്നെ പൂർത്തിയാക്കുമെന്നാണ് നേരത്തെ ഈ സ്ഥലം സന്ദർശിച്ച റവന്യൂ മന്ത്രി കെ രാജൻ മിലിറ്ററി ഉദ്യോഗസ്ഥരോട് സംസാരിച്ചപ്പോൾ ഉൾപ്പെടെ ലഭിച്ച വിവരങ്ങൾ പ്രകാരം നേരത്തെ പറഞ്ഞതും. ഏതായാലും ബെയിലി പാലത്തിൻ്റെ നിർമ്മാണ പൂർത്തീകരണത്തോടുകൂടി ഈ ഒരു പ്രധാന തടസ്സം ചൂരൽമല പുഴയിലൂടെ മുണ്ടക്കൈക്കും ചൂരൽമലയ്ക്കും ഇടയിലുണ്ടായിരുന്ന ഒരു പ്രധാന തടസ്സം ആ രീതിയിൽ മറികടക്കാനാകും എന്നാണ് പ്രതീക്ഷ. അത് തന്നെയാണ് ഇപ്പോൾ അതിനായുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. എങ്കിലും ഈ പാലം പണി അല്ലെങ്കിൽ ഈ പാലം നിർമ്മാണം പൂർത്തിയാക്കുന്നത് കാത്തു നിൽക്കാതെ തന്നെ JCBകൾ, ഹിറ്റാച്ചികൾ ഈ പുഴ മുറിച്ചു കടന്ന് മുകൾ ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. അവിടെ ഇപ്പോൾ യന്ത്രസഹായത്താലുള്ള തിരച്ചിലാണ് നടത്തുന്നത്. അത് ഏറ്റവും അനിവാര്യമായ ഒരു ഘടകം കൂടിയായിരുന്നു. ഈ മുകൾ വശത്ത് ശക്തിയായി ഉരുൾപൊട്ടലിൽ വന്നടിഞ്ഞ മണ്ണ് വീടുകൾക്കും മറ്റും മുകളിൽ പതിഞ്ഞു കിടക്കുകയാണ്. അതിൻ്റെ ഒരു ആഘാതം വലിയ മൺതിട്ട തന്നെ വീടുകൾക്ക് മുകളിലും മറ്റും സൃഷ്ടിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ആ മണ്ണ് നീക്കം ചെയ്യുക എന്നുള്ളതൊരു ശ്രമകരമായ ദൗത്യമാണ്. കഴിഞ്ഞ ദിവസമെല്ലാം യന്ത്രോപകരണങ്ങൾ അവിടേക്ക് എത്താനുള്ള താമസം നേരിട്ടത് മൂലം ആ തെരച്ചിൽ കാര്യക്ഷമമായ ആ ഘട്ടത്തിൽ നടത്താനായില്ലെങ്കിലും പെട്ടെന്ന് തന്നെ ഇന്നലെ ഉച്ചയോട് കൂടി തന്നെ ആദ്യ JCB അവിടേക്ക് എത്തുകയും മണ്ണ് മാറ്റിയുള്ള തെരച്ചിൽ ആരംഭിക്കുകയും ചെയ്തു. ഇന്ന് ആ സ്ഥലം കേന്ദ്രീകരിച്ചാണ് തെരച്ചിൽ നടക്കുന്നത്. മണ്ണ് മാറ്റിയുള്ള രക്ഷാപ്രവർത്തനം മുണ്ടക്കൈ കേന്ദ്രീകരിച്ച് നടക്കുന്നതോടൊപ്പം ചൂരൽമലയിലെ ഈ പുഴയോരത്തുള്ള ഇത്തരത്തിൽ മണ്ണ് വന്നടിഞ്ഞ മേഖലകളിലും അതേപോലെ സമാനമായ രീതിയിൽ തുടരുകയും ചെയ്യുന്നു. ഇന്നും മൃതദേഹങ്ങൾ കണ്ടെടുത്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മരണനിരക്ക് ആ രീതിയിൽ ഉയരുകയുമാണ്. ഇവിടെ ഇപ്പോൾ ചില ശരീരഭാഗങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് ചൂരൽമല വെള്ളാർമല സ്കൂളിന് സമീപത്തുള്ള സ്ഥലങ്ങളിലും ഹിറ്റാച്ചികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ നടക്കുന്നുണ്ട്. അതോടൊപ്പം ഈ വീടിനോട് ചേർന്ന് നിൽക്കുന്ന ഈ താഴ്വാരത്തുള്ള സ്ഥലങ്ങളിലും സമാനമായ രീതിയിൽ ഹിറ്റാച്ചികളും മറ്റും ഉപയോഗിച്ചുള്ള തിരച്ചിൽ നടക്കുകയാണ്. വീടുകൾക്ക് തൊട്ട് സമീപത്തെല്ലാമാണ് ആ തിരച്ചിൽ നടക്കുന്നത്. അതേസമയം തന്നെ ഈ പുഴ ഒഴുകിപ്പോയി പതിക്കുന്ന സ്ഥലങ്ങളിൽ ചില മൺതിട്ടകൾ രൂപപ്പെട്ടിട്ടുണ്ട്. അവിടങ്ങളിൽ മുകളിൽ നിന്ന് ഒഴുകി വന്ന മൃതശരീര ഭാഗങ്ങളോ ഉണ്ടാവാമെന്നൊരു കണക്കുകൂട്ടലിൻ്റെ അടിസ്ഥാനത്തിൽ ആ സ്ഥലങ്ങളിലും ഇപ്പോൾ വിവിധ സേനാ വിഭാഗങ്ങളും NDRFും എല്ലാം തിരച്ചിൽ നടത്തുകയാണ്. സന്നദ്ധ പ്രവർത്തകരുമെല്ലാം തിരച്ചിൽ നടത്തുകയാണ്. ഈ ദുരന്തമുണ്ടായത് ആദ്യ ദിവസങ്ങളിൽ തന്നെ 30 കിലോമീറ്റർ അകലെ ചാലിയാർ പുഴയിൽ നിന്ന് വരെ മൃതദേഹങ്ങളും കണ്ടെത്തുന്ന സാഹചര്യമുണ്ടായി. സമാന്തരമായി തന്നെ ഈ മുണ്ടക്കയിലും ഒപ്പം തന്നെ ചൂരൽമലയിലും അട്ടമലയിലും അടക്കം ഈ തെരച്ചിൽ നടത്തുന്നതോടൊപ്പം തന്നെ ഈ ചാലിയാർ പുഴയിലും ഇപ്പോൾ ഈ മൃതദേഹങ്ങൾക്കായുള്ള തെരച്ചിൽ നടത്തുന്നുണ്ടല്ലോ. നിലവിലൊരു കൃത്യമായ കണക്ക് ഭരണകൂടത്തിന് ലഭിച്ചിട്ടുണ്ട്. രാവിലെ ജില്ലാ കളക്ടർ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവരുടെ എണ്ണം, മരിച്ചവരുടെ എണ്ണം, നിലവിൽ കണ്ടെത്താനുള്ളവരുടെ എണ്ണം, ഇതെല്ലാം കണക്കുകൂട്ടി കൃത്യമായൊരു കണക്ക് ജില്ലാ ഭരണകൂടത്തിന് നിലവിൽ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇപ്പോഴും ആശങ്കയായി നിലനിൽക്കുന്നത് ഇനി കണ്ടെത്താനുള്ളവരുടെ എണ്ണത്തെ സംബന്ധിച്ചാണ്. എന്താണ് ഒരു പ്ലാൻ ജില്ലാ ഭരണകൂടത്തിൻ്റെ മുന്നിൽ ഉള്ളത് നിലവിൽ? റവന്യൂ വകുപ്പാണ് ആ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അല്പസമയം മുൻപ് കെ രാജൻ നമ്മോട് പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട് ഈ കണക്കുകൾ ക്രോഡീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു പ്രത്യേക സംവിധാനം തന്നെ ഈ സ്ഥലത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള ജില്ലാ കളക്ടറേറ്റ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്.
അത് പ്രധാനമായും കേന്ദ്രീകരിക്കുന്നത് ഈ ഔദ്യോഗിക രേഖകളെയും മറ്റും അടിസ്ഥാനമാക്കിയാണ്. റേഷൻ കാർഡിൽ റേഷൻ കാർഡുമായി മറ്റും ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ, മറ്റ് ഔദ്യോഗിക തിരിച്ചറിയൽ രേഖകൾ, തദ്ദേശ സ്ഥാപനങ്ങളുടെ പക്കലുള്ള രേഖകൾ, അത്തരം രേഖകളെല്ലാം പരിശോധിച്ച് ഈ കണക്കുകളിൽ ക്രോഡീകരണം, എത്ര പേർ ഉൾപ്പെട്ടു, രക്ഷപ്പെട്ടവർ എത്ര എന്നുള്ളത് സംബന്ധിച്ച് തയ്യാറാക്കുന്നു എന്നാണ് റവന്യൂ വകുപ്പ് മന്ത്രി അല്പസമയം മുൻപ് പറഞ്ഞത്. അതേസമയം തന്നെ ഈ ക്യാമ്പുകളിലും മറ്റുമുള്ളവരുടെ അടുക്കൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളും ഇക്കാര്യത്തിൽ ഏറെ പ്രധാനപ്പെട്ടതാണ്. അവർക്കൊപ്പം ഉണ്ടായിരുന്നവർ എത്ര, അവരുടെ വീടുകളിൽ ഉണ്ടായിരുന്നവർ എത്ര, സമീപ സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നവർ സംബന്ധിച്ചുള്ള അറിവ് എന്നുള്ളതെല്ലാം ഒരു നിഗമനത്തിൻ്റെ മാത്രം അടിസ്ഥാനത്തിലല്ല, വസ്തുതാപരമായി പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ശ്രമങ്ങളും ഇവിടെ പുരോഗമിക്കുകയാണ്. നമുക്ക് ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ, നേരത്തെ ജില്ലാ കളക്ടറും മേഘശ്രീ നമ്മോട് സൂചിപ്പിച്ചത്, ഇന്ന് വൈകിട്ടോട് കൂടി ഈ കണക്കുകളുമായി ബന്ധപ്പെട്ടുള്ള ചില വിവരങ്ങൾ നമുക്ക് ഔദ്യോഗികമായി തന്നെ നൽകാനാവും എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ആ കണക്കിൻ്റെ, അല്ലെങ്കിൽ ഈ എത്ര പേർ ഈ മഹാദുരന്തത്തിൽ പെട്ടുപോയി എന്നത് സംബന്ധിച്ച് ഒരു വിവരം പൂർണ്ണമായി നമുക്ക് ലഭ്യമാകും. ഏതായാലും അത്തരത്തിലുള്ള കണക്കുകൾ ഈ ഘട്ടത്തിൽ, ഈ ദുരന്ത സ്ഥലത്ത് ഏറെ അനിവാര്യമായ ഒരു ആവശ്യമാണ്. പരമാവധി വിവരങ്ങൾ ശേഖരിക്കുക, അതിനടിസ്ഥാനത്തിൽ തിരച്ചിൽ നടത്തുക എന്നുള്ളതാണ്. ഏതായാലും ഔദ്യോഗികമായ കണക്കുകൾ പ്രകാരം ഔദ്യോഗികമായ കണക്കുകൾ ഇനിയും ഈ പൂർണ്ണതോതിൽ ഈ രീതിയിൽ ഇപ്പോൾ നിലവിൽ നമ്മൾ ഈ 3 മേഖലകളിൽ നിന്നായി 8,000-ലധികം പേർ, 8,500-ഓളം പേരെ വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ടല്ലോ. അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഈ ക്യാമ്പുകളിൽ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അനൂപ്, നിലവിൽ ഇന്ന് ഈ കൂടുതൽ ഈ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായി ദില്ലിയിൽ നിന്ന് ഈ കടാവേർ നായ്ക്കളെ കൊണ്ടുവരുമെന്ന്, അതായത് സ്നിഫർ ഡോഗ്സിനെ കൊണ്ടുവരുമെന്നുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. അത് സംബന്ധിച്ച് ആ വിവരങ്ങൾ ഉണ്ടോ? എന്തെങ്കിലും ആ സ്നിഫർ ഡോഗ്സ് ഇന്ന് എത്തിച്ചേരുമോ? സ്നിഫർ ഡോഗുകളുടെ സേവനം കഴിഞ്ഞ ദിവസം തന്നെ ഉപയോഗപ്പെടുത്തിയിരുന്നു. മുണ്ടക്കയിൽ 5 മൃതദേഹങ്ങൾ ആ രീതിയിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ എല്ലാവിധ സംവിധാനങ്ങളോടും കൂടിയാണ് സ്നിഫർ ഡോഗുകളുടെ ഉൾപ്പെടെയുള്ള സേവനം ഉപയോഗിച്ചുകൊണ്ട്, പ്രത്യേക റഡാർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിലാണ് ഇന്ന് ഇവിടെ പ്രധാനമായി നടക്കുന്നത്. അതിന് ആധുനികമായ ചില സജ്ജീകരണങ്ങൾ ഇനി എത്താനുണ്ട്. അത് ഉച്ചയോടുകൂടി തന്നെ ചില റഡാറുകൾ, മണ്ണിനടിയിൽ ശരീരഭാഗങ്ങളുണ്ടോ എന്ന് പരിശോധിക്കുന്ന റഡാറുകൾ തുടങ്ങിയവ സംബന്ധിച്ച് ഉള്ള അത് എത്തും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും അത്തരം ആധുനികമായ സംവിധാനങ്ങളും യന്ത്രങ്ങളും എല്ലാം എത്തിക്കൊണ്ടുള്ള ഒരു തിരച്ചിലായിരിക്കും ഇനി നടക്കുക. പ്രാഥമികമായി കുടുങ്ങിക്കിടക്കുന്നവരെയും മറ്റും രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് നടന്നത്. പിന്നീടാണ് ഈ മൺതിട്ടകൾക്ക് അടിയിൽപ്പെട്ടുപോയവരെ സംബന്ധിച്ചുള്ളൊരു തിരച്ചിൽ നടന്നത്. അതാണ് അനൂപ്, ഇന്ന് ഈ യന്ത്രങ്ങൾ കൊണ്ടുവന്ന് തെരച്ചിൽ കൂടുതൽ ഊർജിതമാക്കുമെന്നുള്ള വിവരങ്ങളാണല്ലോ നമുക്ക് ലഭിക്കുന്നത്. നിലവിൽ ഇന്ന് രാവിലെ റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞത് തന്നെ, ലോകം കാണുന്ന, അല്ലെങ്കിൽ രാജ്യം കണ്ട ഏറ്റവും മികച്ച രക്ഷാപ്രവർത്തനങ്ങളിലൊന്ന് 3000-ലധികം പേരാണ്, അതായത് സേനാ അംഗങ്ങളടക്കം 3000-ലധികം പേരാണ് അവിടെ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ളത്. ഇന്ന് യന്ത്രങ്ങൾ കൊണ്ടുവന്നുള്ള, കൂടുതൽ ഉപകരണങ്ങൾ കൊണ്ടുവന്നുള്ള ഒരു തെരച്ചിൽ കൂടി നടത്തുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ വേഗത്തിലാവുകയാണ് അല്ലേ? തീർച്ചയായും ആ രക്ഷാപ്രവർത്തനത്തിന് ആ രീതിയിൽ വലിയ ചലനമുണ്ടായിട്ടുണ്ട്. പ്രധാനമായും മേലെ മുണ്ടക്കയിലേക്ക് യന്ത്രസാമഗ്രികൾ എത്താത്ത സ്ഥലത്ത് മണ്ണ് മാറ്റിയുള്ള തിരച്ചിൽ നടത്തുന്നത് പ്രധാന തടസ്സമായിരുന്നു. അത് ഏതാണ്ട് പൂർണ്ണമായി തന്നെ അത്തരത്തിലുള്ള സാധ്യതകളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന തിരച്ചിൽ മറികടക്കാനായിട്ടുണ്ട്. മണ്ണ് മാറ്റിയുള്ള തിരച്ചിലിൽ ഇത്തരത്തിൽ വലിയ യന്ത്ര സാമഗ്രികൾ അവിടെ എത്തിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നേരത്തെ 5 JCBകൾ പുഴ കടന്ന് അവിടേക്ക് പോയി. കഴിഞ്ഞ ദിവസം വൈകിട്ടും അത് നടന്നു. അതിപ്പോഴും ആവർത്തിക്കുന്നു. ആവശ്യമെങ്കിൽ കൂടുതൽ ഹിറ്റാച്ചികൾ ഉൾപ്പെടെ അവിടെ കൊണ്ടുപോകാനുള്ള തീരുമാനമാണ് നടക്കുന്നത്. ശരി, അനൂപാണ് ദുരന്ത ഭൂമിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ബെയിലി പാലത്തിൻ്റെ 190 അടി നീളത്തിലുള്ള ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ചൂരൽമലയും മുണ്ടക്കയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആ പാലം നിർമ്മിക്കുന്നതോടുകൂടി രക്ഷാപ്രവർത്തനം കൂടുതൽ വേഗത്തിലാകും. ഇന്ന് കൂടുതൽ യന്ത്രോപകരണങ്ങൾ ദുരന്ത മേഖലയിലേക്ക് എത്തിച്ചേരുന്നു. അധികമായി 3 സ്നിഫർ ഡോഗുകൾ കൂടി ദില്ലിയിൽ നിന്നും എത്തിച്ചേരുകയും ചെയ്യും. അങ്ങനെ വളരെ ദുർബലമായ രീതിയിൽ തന്നെയാണ് രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 3000-ലധികം രക്ഷാപ്രവർത്തകരാണ്, സേനാംഗങ്ങൾ ഉൾപ്പെടെ അവിടെ ദുരന്തഭൂമിയിൽ നിലവിൽ അക്ഷീണം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ തരത്തിലുള്ള ഒരു രക്ഷാപ്രവർത്തനം, ലോകം കാണുന്ന, രാജ്യം കാണുന്ന തരത്തിലെ വലിയ തരത്തിലുള്ള രക്ഷാപ്രവർത്തനമാണ് കേരളം അവിടെ
വയനാടിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും കണ്ടെത്താനുള്ളത് 200ഓളം പേരെ ഉണ്ട്. അവർക്കായുള്ള തിരച്ചിൽ ചാലിയാർ പുഴയിലടക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് ദുരന്തമുണ്ടായ അതേ ദിവസം തന്നെ 30 കിലോമീറ്റർ അകലെ നിന്ന് പോലും മൃതദേഹങ്ങൾ ചാലിയാർ പുഴയിൽ നിന്ന് കണ്ടെത്തിയെടുക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഏതായാലും വലിയ തരത്തിലുള്ള രക്ഷാപ്രവർത്തനമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം 282 പേർ മരിച്ചതായുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. 8500-ലധികം പേർ നിലവിൽ വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിലായി കഴിയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ കേരളം ചേർത്ത് പിടിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വരെ നിരവധി പ്രതീക്ഷകളുമായി കിടന്നുറങ്ങിയ ഒരു വലിയ ജനതയെ അട്ടമലയിലെയും ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും പാവങ്ങളായ മനുഷ്യർ മരണത്തിലേക്ക്, ഉറക്കത്തിൽ നിന്ന് മരണത്തിലേക്ക് വഴുതിപ്പോയ ആ മനുഷ്യർ, അവരുടെ രക്ഷപ്പെട്ട ബന്ധുക്കളെ കേരളം ചേർത്ത് പിടിക്കാൻ എല്ലാവിധ സഹായങ്ങൾ ഇപ്പോൾ ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിലായി വിവിധ ചെറിയ ചെറിയ സംവിധാനങ്ങളിൽ പോലും നിരവധി ആശുപത്രി സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് പകർച്ചവ്യാധികൾ പടരാതിരിക്കാനുള്ള ശ്രമങ്ങൾ അടക്കം നടത്തിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനം ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിലും അവിടെ നടക്കുകയാണ്. സംസ്ഥാനത്തെ 12 മന്ത്രിമാരാണ് ഈ ദുരന്ത ഭൂമിയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇന്നും ഏതാനും മന്ത്രിമാർ കൂടി അവിടെ എത്തിച്ചേരുമെന്നുള്ള വിവരങ്ങൾ കൂടിയുണ്ട്. ഏതായാലും മുഖ്യമന്ത്രി ഇന്ന് രാവിലെ അവിടെ എത്തിച്ചേർന്നു. ആദ്യം ഉദ്യോഗസ്ഥ തലത്തിലുള്ള യോഗം ചേർന്നു. അതിനുശേഷം ഉന്നതല യോഗം ചേരുകയും ചെയ്യുന്നു. ഉന്നതല യോഗത്തിൻ്റെ തീരുമാനങ്ങൾ പ്രകാരം നിരവധി മന്ത്രിമാർ അവിടെ തന്നെ തുടരുന്നു, ക്യാമ്പ് ചെയ്യുന്നു. ഈ രക്ഷാപ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക എന്ന നിലപാടാണ് ഇപ്പോൾ സർക്കാർ കൈക്കൊണ്ടിട്ടുള്ളത്. അത്തരത്തിലുള്ള ചർച്ചകളാണ് അവലോകന യോഗത്തിൽ തീരുമാനം കൈക്കൊള്ളുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ബെയ്ലി പാലം, അതായത് 2ാം ലോക മഹായുദ്ധകാലത്ത് തോമസ് ബെയ്ലി എന്ന് പറയുന്ന ബ്രിട്ടീഷ് എഞ്ചിനീയർ ഇത്തരം അടിയന്തര സാഹചര്യങ്ങൾ വളരെ വേഗം നിർമ്മിക്കാൻ കഴിയുന്ന പാലങ്ങൾ, ബെയ്ലി പാലം എന്നാണ് അറിയപ്പെടുന്നത്. അത്രയും വളരെ വേഗത്തിൽ നിർമ്മിക്കാൻ കഴിയും, വളരെ മികച്ച ഉറപ്പുള്ള സ്ഥലം, വളരെ പെട്ടെന്ന് സ്ഥാപിക്കാൻ കഴിയും. അങ്ങനെയുള്ള ബെയ്ലി പാലം, 190 അടി നീളത്തിലുള്ള ബെയ്ലി പാലത്തിൻ്റെ നിർമ്മാണം ഇപ്പോൾ അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഉച്ചയോടുകൂടി ബെയ്ലി പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കും. അപ്പോൾ 2 മേഖലകളിൽ നിന്നുമുള്ള ആളുകളെ കൃത്യമായി രക്ഷപ്പെടുത്താൻ കഴിയും. അവിടെ ഇനിയും കുടുങ്ങിപ്പോയവരുണ്ടെങ്കിൽ അവരെ കൊണ്ടുവരാൻ കഴിയുകയും ചെയ്യും. അതിനുള്ള പരിപാടികളാണ്, പ്രവർത്തനങ്ങളാണ് ദ്രുതഗതിയിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്.